നല്ല രീതിയിൽ ഒരു മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ പ്രവർത്തനങ്ങൾ മികവ് പുലർത്തിക്കൊണ്ടിരിക്കുന്ന വിജയ്ക്ക് ഒരു നെഗറ്റീവ് വശമുണ്ടെങ്കിൽ അത് ഈ തൃഷയുടെ വിഷയത്തിലാണ് എന്ന് പറയേണ്ടി വരും. അതായത് തൃഷയും വിജയും തമ്മിൽ അവിഹിതമാണ് എന്ന തരത്തിലുള്ള പ്രത്യക്ഷമായിട്ടുള്ള ആരോപണങ്ങൾ നിലനിൽക്കുമ്പോൾ പോലും ഒരു തവണ പോലും നിങ്ങൾ ഉദ്ദേശിച്ച തരത്തിലല്ല ഞങ്ങൾ എന്ന് പറയാൻ പോലും വിജയ് തയ്യാറായിട്ടില്ല. വിവാദങ്ങൾ ഉണ്ടാക്കാൻ പലപ്പോഴും തൃഷയുടെ പല പ്രവർത്തനങ്ങളും, അതായത് ബർത്ത്ഡേയുടെ ദിവസം കഴിഞ്ഞ ബർത്ത്ഡേയുടെ ദിവസം വിജയ് ഒപ്പം നിന്നുള്ള ഒരു ഫോട്ടോ അടക്കം പങ്കുവെച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ തൃഷ ഉണ്ടാക്കുമ്പോൾ അതിനൊന്നും എതിരെ നിൽക്കാതെ വിജയ് മൗനം പാലിക്കുന്നു. അതായത് തൃഷയുടെ താളത്തിനൊത്ത് വിജയ് തുള്ളുന്നു എന്ന തരത്തിൽ വിജയുടെ പ്രവർത്തനങ്ങൾ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അത്തരത്തിൽ വലിയ വിവാദമായിട്ട് തുടക്കം മുതൽ തന്നെയുള്ള ഒരു വിഷയമാണ് വിജയ് തൃഷ റിലേഷൻ. ആ ഒരു റിലേഷനെ കുറിച്ച് വലിയ രീതിയിൽ ഇപ്പോഴും ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടാതിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് ധ്യാൻ ശ്രീനിവാസൻ കഴിഞ്ഞ ദിവസം ഒരു തമാശ പറഞ്ഞത്. അതായത് തമിഴ്നാട്ടിൽ CM ആയിട്ട് വിജയ് വന്ന സമയത്ത് ആ വേദിയിൽ സാരി ഉടുത്ത് തൃഷ ഉണ്ടായിരുന്നത് പോലെ ഇവിടെ കേരളത്തിൽ ഞാൻ വരുന്ന കാലത്ത് എനിക്ക് വേണ്ടി സാരി ഉടുത്ത് നീ ആ വേദിയിൽ ഉണ്ടാകണമെന്ന് നടിയായിട്ടുള്ള നവ്യ നായരോട് പറയുന്നു. സംഭവം ഒരു ഹാസ്യ പരാമർശമായിരുന്നുവെങ്കിലും കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ ഇത് ഹാസ്യത്തിനപ്പുറത്തേക്ക് കാര്യം കുറച്ച് കടുത്തു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ധ്യാനിനെ കൊണ്ട് മാപ്പ് പറയിക്കാതെ ഇനി ഒരടി പിന്നോട്ടില്ല എന്നുറച്ച് പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തുകയാണ് വിജയ് ആരാധകർ. വിജയെ അപമാനിച്ച ധ്യാൻ മാപ്പ് പറയുക എന്ന് പറഞ്ഞുകൊണ്ട് തമിഴ്നാട്ടിൽ വൻ പ്രതിഷേധങ്ങൾ ഉടലെടുത്തു തുടങ്ങിയെന്നാണ് വിവരം. പുതിയ സിനിമയുടെ പ്രമോഷൻ ചടങ്ങിൽ നടനും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായിട്ടുള്ള വിജയെ കുറിച്ച് പരാമർശം നടത്തിയിരിക്കുകയായിരുന്നു ധ്യാൻ. പക്ഷേ ധ്യാനിന്റെ ആ പരാമർശം തമാശയ്ക്കപ്പുറത്തേക്ക് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് രംഗമായി മാറിയിരിക്കുകയാണ്. വ്യാപകമായ പ്രതിഷേധമാണ് തമിഴ് ആരാധകരിൽ നിന്ന് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. തമിഴ്നാട്ടിൽ ധ്യാനിനെതിരെ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു എന്നതിനേക്കാൾ ഉപരി ധ്യാൻ മാപ്പ് പറയണമെന്നാണ് അവരുടെ ആവശ്യം. തമിഴ്നാട്ടിന്റെ എല്ലാമായ വിജയെ അപമാനിച്ച് ധ്യാൻ മാപ്പ് പറയണമെന്നും പരാമർശം പിൻവലിക്കണമെന്നും ആരാധകർ ആവശ്യപ്പെടുന്നു. തന്റെ പുതിയ ചിത്രമായ വിസിറ്ററിന്റെ പ്രൊമോഷൻ ചടങ്ങിനിടെയായിരുന്നു ധ്യാൻ ഇങ്ങനെ ഒരു വിവാദ പരാമർശം നടത്തിയത്. വിജയും തൃഷയും തമ്മിലുള്ള സൗഹൃദത്തെ താനും നവ്യ നായരുമായി ഉപമിച്ചുകൊണ്ടായിരുന്നു ധ്യാനിന്റെ പ്രസംഗം. ഞാൻ വിജയെ പോലെ മുഖ്യമന്ത്രിയാകുമ്പോൾ നവ്യ പട്ടുസാരി ഉടുത്ത് നിറകണ്ണുകളുമായി മുൻനിരയിൽ ഉണ്ടാകണമെന്ന് ധ്യാൻ പറഞ്ഞു. ഇത് കേട്ടുകൊണ്ടിരുന്ന നവ്യ നായർ പൊട്ടിച്ചിരിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു. നവ്യ നായർ പ്രസംഗിക്കാൻ എത്തിയപ്പോൾ ധ്യാനിന്റെ പരാമർശത്തിന് മറുപടി നൽകുകയും ചെയ്തിരുന്നു. ധ്യാൻ മുഖ്യമന്ത്രിയാകുന്ന ദിവസം വെള്ള സാരി ഉടുത്ത് ഒന്നാം നിരയിൽ ഞാനുണ്ടാകുമെന്നായിരുന്നു താരത്തിന്റെ മറുപടി. തന്റെ മുഖ്യമന്ത്രി മോഹങ്ങൾക്ക് പിന്നിലെ കഥയെക്കുറിച്ച് പറയുന്നതിനിടെയാണ് ധ്യാൻ ഇത്തരത്തിലൊരു വിവാദ പരാമർശം ഉന്നയിച്ചത്. വിജയ് തമിഴ്നാട്ടിൽ പാർട്ടി തുടങ്ങിയപ്പോൾ തനിക്കും അടുത്ത 15 വർഷത്തിനുള്ളിൽ CM ആകണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറയുന്നു. ഇതറിഞ്ഞ തന്റെ മെന്ററും സുഹൃത്തുമായ അജു വർഗീസാണ് ബേബി സെറ്റപ്പ് എന്ന രീതിയിൽ അമ്മയുടെ പ്രസിഡന്റ് ആകാൻ ഉദ്ദേശിച്ചു എന്ന് പറയുന്നത്. താൻ ഓസ്ട്രേലിയയിലും അയർലാൻഡിലും ഷോകളുമായി നടക്കുന്നതിനിടയിൽ നാട്ടിൽ താൻ അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു എന്ന വാർത്ത പറഞ്ഞതിന് പിന്നാൽ അജു വർഗീസിന്റെ പവർ ഗ്രൂപ്പ് ആണ് എന്നും ധ്യാൻ പരോക്ഷമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു ഷോയുമായി ബന്ധപ്പെട്ട് ഞാൻ ഓസ്ട്രേലിയയിൽ ആയിരിക്കുമ്പോഴാണ് അജു തന്നെ വിളിച്ചത്. തമിഴ്നാട്ടിൽ വിജയ് രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് CM ആകാൻ ഒരുങ്ങുന്ന പശ്ചാത്തലത്തിൽ എൻ്റെ അടുത്ത 15 വർഷത്തെ ലക്ഷ്യം CM ആകുക എന്നതാണെന്ന് ഞാൻ അജുവിനോട് തമാശയായി പറഞ്ഞു. ഉടനെ അജു എന്നോട് പറഞ്ഞു, നീ പെട്ടെന്ന് CM ആകണ്ട, അതിൻ്റെ ആദ്യ പടി എന്നോണം അമ്മ സംഘടനയുടെ പ്രസിഡന്റ് ആകണമെന്നും വിജയെ പോലെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്ത് ജനമനസ്സുകൾ കീഴടക്കണം, ഇതിനുള്ള ശേഷമാകും CM തീരുമാനം എന്നുള്ളതായിരുന്നു പറഞ്ഞത്. അത്തരമൊരു പരാമർശം നടത്തിയപ്പോൾ അതിനുശേഷമാണ് തൃഷയെ പോലെ നവ്യ ആ CM വേദിയാകുന്ന സമയത്ത് ആ വേദിയിൽ CM ആയിട്ട് ഞാൻ നിൽക്കുന്ന വേദിയിൽ നവ്യ വരണം എന്നുള്ള ആവശ്യം ധ്യാൻ ഉന്നയിച്ചത്. പക്ഷേ കാര്യങ്ങൾ കൈവിട്ടു. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ, ആക്ഷേപങ്ങളൊക്കെ ഇപ്പോൾ ഉയരുകയാണ്. അതേസമയം വിജയെയും വിജയുടെ രാഷ്ട്രീയത്തെയും വിജയുടെ വ്യക്തി ജീവിതത്തെയും മാത്രമല്ല ധ്യാൻ ഇത്തരത്തിൽ ഹാസ്യത്തിലൂടെ
പൊതുജനങ്ങൾക്ക് മുൻപിലേക്ക് ഇട്ടുകൊടുത്തിരിക്കുന്നത്. മറ്റൊരു വിഷയം കൂടെ, ഗുരുതരമായിട്ടുള്ളൊരു വിഷയം കൂടെ ധ്യാൻ സംസാരിച്ചിട്ടുണ്ട്. അതായത് നമുക്കറിയാം, കുറച്ചധികം കാലമായിട്ട് അമ്മ അസോസിയേഷൻ വലിയ വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. ആ വിഷയത്തിലും തൻ്റെ നിലപാടുകൾ വ്യക്തമാക്കുന്ന തരത്തിലായിരുന്നു ഹാസ്യരൂപേണ ധ്യാൻ സംസാരിച്ചിരുന്നത്. അമ്മ സംഘടനയിലെ പ്രസിഡന്റ് ആകാൻ താല്പര്യമില്ലെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞതിന് പിന്നാലെ വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരുത്തി ധ്യാൻ ശ്രീനിവാസൻ രംഗത്തൊരുകയാണ്. പ്രശ്നം വരുമ്പോൾ ഭരണസമിതി ഇറങ്ങിപ്പോകുകയല്ല വേണ്ടതെന്നും അത് പരിഹരിക്കാനാണ് ശ്രമിക്കേണ്ടതെന്നും ധ്യാൻ പറഞ്ഞു. ശ്വേത തന്റെ കാലാവധി പൂർത്തിയാക്കണമെന്നാണ് ആഗ്രഹമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അച്ഛന് വളരെയധികം ഇമോഷണൽ കണക്ഷൻ ഉണ്ടായിരുന്ന ഒരു സംഘടനയാണ് അമ്മ. ഞാൻ അതിൽ മെമ്പറായിട്ട് വളരെ കുറച്ച് വർഷമേ ആയിട്ടുള്ളൂ. സിദ്ധിക്ക് വന്ന സമയത്താണ് ഞാൻ അവിടെ ആദ്യമായിട്ടൊരു പരിപാടിക്ക് പോകുന്നത്. പല മെമ്പേഴ്സുമായിട്ട് ഞാൻ സിനിമകൾ ചെയ്തു. അവരൊക്കെ ആയിട്ട് ഏറ്റവും അടുത്ത ബന്ധങ്ങളുമുണ്ട്. സംഘടനയും മെമ്പേഴ്സുമുള്ള കണക്ഷനും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇവിടെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ സ്വാഭാവികമായിട്ട് വിഷമമുണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. പലരും പല പോംവഴികൾ പറയും. പല ഗ്രൂപ്പുകളിൽ പല അഭിപ്രായങ്ങൾ വരും. ഇതിൽ എന്നെ ഇഷ്ടമുള്ള അല്ലെങ്കിൽ അജുവിനെ പോലെ ചെറുപ്പക്കാരായവർ എൻ്റെ പേര് പറഞ്ഞു. അത്രയേ ഉള്ളൂ. പ്രസിഡന്റ് ആകാൻ അതൊരു പറച്ചിൽ മാത്രമാണ്. അതിനൊരു പ്രോസസ് ഉണ്ട്. ഞാൻ തീരുമാനിച്ച ഉടനെ പോയി പ്രസിഡന്റ് ആകാൻ പറ്റില്ല. നിലവിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളുണ്ട്. അവരുടെ കാലാവധി കഴിഞ്ഞിട്ടുമില്ല. ആ കാലാവധി എന്നത് 3 വർഷമാണെന്നാണ് ധ്യാനിൻ്റെ അഭിപ്രായം. പ്രശ്നങ്ങളുള്ള സമയത്ത് ഇറങ്ങിപ്പോകുന്നത് നല്ല പോംവഴിയല്ല. പ്രശ്നങ്ങൾ അവിടെ നിന്ന് സോൾവ് ചെയ്ത് അവരുടെ കാലാവധി മികച്ച രീതിയിൽ പൂർത്തിയാക്കിയ ശേഷം ബാക്കി കാര്യത്തെക്കുറിച്ച് ആലോചിച്ചാൽ മതി. എൻ്റെ ഇഷ്ടത്തിനൊന്നും ഇവിടെ യാതൊരു പ്രസക്തിയുമില്ലെന്നും ഇവർക്ക് ചില കാര്യങ്ങൾ കോട്ടം തട്ടിയിട്ടുണ്ടോ എന്നതാണ് പ്രാധാന്യമെന്നും ചോദ്യം. വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ രണ്ടാമതാണ്. കൃത്യമായിട്ടുള്ള പെൻഷൻ കൊടുത്തിട്ടുണ്ടോ? ഈ മാസങ്ങൾ എല്ലാം കൊടുത്തിട്ടുണ്ടോ? സഞ്ജീവന് കൊടുത്തിട്ടുണ്ടോ? ഇൻഷുറൻസ് കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ നിലവിലുണ്ടായിരുന്ന ഭരണസമിതി തന്നെ നടത്തേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വേണം ഓരോ പ്രവർത്തനങ്ങളും നടത്താൻ. മെമ്പേഴ്സിന്റെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ് സംഘടന നിലനിൽക്കുന്നത്. ഇതിൽ എന്തെങ്കിലും കോട്ടം തട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റും. വ്യക്തിപരമായ പ്രശ്നങ്ങൾ വേറെയാണ്. ഇതിൻ്റെ കേസുകളൊക്കെ മുന്നോട്ട് നടക്കുന്നുമുണ്ട്. അപ്പോഴും ജനറൽ ബോഡിയിലെ ആൾക്കാർക്ക് താല്പര്യം ഇല്ല എങ്കിൽ അവർ ഇറങ്ങിക്കൊടുക്കേണ്ടി വരുമായിരിക്കും. വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ശ്വേത ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ച ഒരാളാണ് താൻ. ഒരു സ്ത്രീ തലപ്പത്ത് വരുന്നത് തന്നെ ചരിത്രപരമായ മാറ്റമായിരുന്നു. സ്വാഭാവികമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാണ് അവർ വന്നിട്ടുണ്ടാകുക. പക്ഷേ ഇതൊക്കെ ഒരു പ്രതിസന്ധി വന്ന സമയത്ത് അവർ ഇട്ടെറിഞ്ഞു പോയി എന്നതിലാണ് തൻ്റെ ഏറ്റവും വലിയ നീരസം എന്നുള്ള തരത്തിലാണ് ധ്യാനിൻ്റെ സംസാരം. എന്തായാലും ധ്യാൻ വളരെ ഹാസ്യരൂപത്തിൽ അവതരിപ്പിക്കുന്ന വിഷയങ്ങൾ രണ്ടും അതിഗുരുതരമായിട്ടുള്ള വിഷയങ്ങളാണ്. അതിൽ ധ്യാനിൻ്റെ അഭിപ്രായങ്ങളായിരിക്കാം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ തൃഷയുടെ വിഷയം സംബന്ധിച്ച്, വിജയിയെ സംബന്ധിച്ചൊക്കെ വലിയ രീതിയിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഈ ധ്യാനിൻ്റെ ഈ ഒരൊറ്റ വീഡിയോ കൊണ്ട് കാരണമായി മാറി എന്നുള്ളതാണ്. തമിഴ്നാട്ടിലും വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.